ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെ ഈ പകലിൽ നേരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഈ പകലിൽ 2 വാക്യശകലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഒന്നാമതായി 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. രണ്ടാമതായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേറൊരു വാക്യശകലം: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നാമതായി പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മന്ദിരമാകുന്ന ശരീരത്തിൽ വസിക്കുന്നില്ലയോ? ഒന്നാമതായി ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. 2, ക്രിസ്തുവിൽ നാം വസിക്കുക. രക്ഷാവാചകം ചൊല്ലുമ്പോൾ അതേ തിരുവചനത്തിൽ പറയുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മാനസാന്തരത്തിലൂടെ അതേ രക്ഷ എന്ന വാചകം ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ അതുവരെ അനുവർത്തിച്ചു പോരുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒരു ദൈവ പൈതലായി തീരുന്നതിലൂടെ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ വസിക്കുകയാണ്. അതെ, ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും തൃപ്തി അടയുന്നവരാണ് ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന നമ്മളിൽ പലരും. പലപ്പോഴും ക്രിസ്തു നമ്മളിൽ വസിക്കേണ്ടത് എങ്ങനെയെന്ന് നാം പഠിക്കുകയും അതിൻ പ്രകാരം ആയിത്തീരാൻ വേണ്ടി രക്ഷാവാചകം ചൊല്ലുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ക്രിസ്തുവിൽ എങ്ങനെ വസിക്കാം എന്നുള്ളതിനെ പറ്റി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കാതെ യാത്ര ചെയ്യുന്നവരല്ലേ നമ്മളിൽ പലരും. ഈ പകലിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഈ പകലിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിലായിത്തീരുവാൻ ഈ പകലിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. തിരുവചനം ഇങ്ങനെ പറയുന്നു: നീ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. നീ ക്രിസ്തുവിലായാൽ നിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകും, നിന്റെ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ടാകും, നിനക്ക് സമൂഹത്തോടുള്ള മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകും, നിനക്ക് ദൈവത്തോടുള്ള മനോഭാവത്തിന് വ്യത്യാസമുണ്ടാകും. കാരണം നീ ക്രിസ്തുവിലാണെങ്കിൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇന്നലെ വരെ പോയ വ്യക്തിയല്ല, ഇന്നലെ വരെ ചെയ്തു വന്നിരുന്ന സ്വഭാവങ്ങളല്ല, ഇന്നലെ വരെ സമൂഹത്തോട്, ജീവിതത്തോട്, കുടുംബങ്ങളോട് കാട്ടിയ മനോഭാവമല്ല. അതിലുപരി ദൈവിക സ്വഭാവത്തിന് അനുരൂപരായി ദൈവിക കൃപകൾക്ക് ഏകീഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ക്രിസ്തു വസിക്കുകയും ക്രിസ്തുവിൽ നാം വസിക്കുകയും ചെയ്താൽ ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. അങ്ങനെ നല്ലൊരു ക്രിസ്ത്യ ജീവിതം നയിച്ച് നമ്മുടെ നിത്യത ലക്ഷ്യമായ, പരമപ്രധാന ലക്ഷ്യമായ നിത്യത കൈവശമാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.